ബിഗ് സ്കാമിങ്. നിങ്ങൾ കള്ളന്മാരാണ്. ഡേയ്, ഇങ്ങനെ മാന്യമായി കക്കാതെ എണീച്ചു പോയി വല്ല പണിക്കും പോയി കാശുണ്ടാക്കി സഹായിക്കണം. മാന്യമായി കക്കുന്നു കള്ളന്മാർ. തീർന്നില്ലട്ടോ. കണക്ക് കൊണ്ട എത്ര പിരിച്ചു ചാരിറ്റി മിക്ക ആൾക്കാരും ഉണ്ടായപ്പോ നീ തടിയാണെങ്കിൽ കായ് ഉണ്ടാക്കൂ. ഇതാണ് ഈ വ്യക്തിയാണ്. വേറെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതുപോലെ ഇതുണ്ട കള്ളും കഞ്ചാവ് അടിച്ച രൂപത്തിൽ ഒരു ചെക്കനെ കണ്ട. നമ്മൾ ആരെയും ഫോട്ടോ കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല, പക്ഷെ ലുക്ക് കണ്ടോ? അപ്പോൾ മിക്കവാറും അത് തന്നെയായിരിക്കും ബോധമില്ലാണ്ട്. കാരണം ഈ ബോധമില്ലായത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ പേരെന്ന് പറഞ്ഞാല് മാലിക് ബഷീർ. മാലിക് ബഷീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന കേട്ടോ. അത് പേരെന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാലേ, ഒരു ഫേക്ക് ഐ ഡി പോലത്തെ പേരും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തന്നെ തോന്നുന്നു ഈ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവന്റെ പ്രൊഫൈലില് ആ ഫോട്ടോ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ നല്ല വൃത്തിയായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റനീഷ് എന്നാണ്. ഞാൻ വയനാടും ഇയാൾ കോഴിക്കോടാണ്. അപ്പോൾ ഞങ്ങൾ ₹1 ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന കേട്ടോ. നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു 40% ആൾക്കാർക്കെങ്കിലും നമ്മൾ അറിയാം. മൊത്തം ആൾക്കാർക്കും നമ്മളെ അറിയുന്ന നമ്മൾ പറയുന്നില്ല. കാരണം നമ്മുടെ ഇവിടെയുള്ള പ്രമുഖ ചാനലുകൾ, പേപ്പർ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇനി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഞങ്ങളുടെ ചാനൽ കൂടെയും പുറമെയുള്ള ഒത്തിരി പേരും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ആശയങ്ങളും യാത്രയെ കുറിച്ച് എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2021 ഡിസംബർ 10 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇതാ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ 11ാമത്തെ ജില്ലയിൽ മന്നമല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഈ ഇരിക്കുന്ന ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വീടാണ്, റബ്ബർ തോട്ടത്തിനുള്ളിലുള്ള ഒരു വീടാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം വെച്ചാൽ ഇവിടെ വന്നപ്പോൾ മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞാൽ നമുക്കൊരു വീടുണ്ട്, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേറെ കാരണം എടുത്തു പറയേണ്ട ഒരാളുണ്ട്. നമ്മളെ പഞ്ചാബിലുള്ള വിപിൻ, ഫാദർ വിപിൻ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ₹1000 ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാട്ടോ. ₹1000 ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. നിങ്ങൾ മഴ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി, യാത്ര തുടർന്നാൽ മതി. കാരണം ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു അച്ഛൻ്റെ കാര്യം പറഞ്ഞ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ്. ₹1000 അച്ഛൻ ട്രാൻസ്ഫർ ചെയ്ത് തന്നതും ജൂലൈ 30 അതുപോലെ അച്ഛൻ നമ്മോട് സംസാരിച്ച വോയിസും കൂടെ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാം. എൻ്റെ റിക്വസ്റ്റ് ആട്ടോ, ഇത് അതിലായിട്ടൊന്നും കണക്കാതെ എങ്ങനെയെങ്കിലും ഒരു വണ്ടി വല്ലതും പിടിച്ച് മാഷ് നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടെങ്കിലും ഒരിടത്തോട്ട് മാറണം കേട്ടോ. ഇത് മറ്റേ ഇതിലായിട്ടൊന്നും കണക്കാക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു വണ്ടി വിളിച്ച് മാറണം കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹമാണ്. അവിടെ നിന്ന് റിസ്ക് എടുക്കരുത്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു തെളിവാണ്. എല്ലാത്തിനും തെളിവല്ലേ വേണ്ട, നമ്മൾ വാക്കുകളും കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഞങ്ങൾക്ക് ഇനി പോകാനുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഫുള്ള് മഴയൊക്കെ വെള്ളം കയറുന്ന, പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. നമ്മുടെ വണ്ടീന്റെ ഒരു 1.5 അടി പൊക്കത്തിലേക്ക് വെള്ളം കയറുമ്പോഴത്തേനും ബാറ്ററി, മോട്ടറും കാര്യങ്ങളെല്ലാം ഷോർട്ടായി പോകും. ₹61,000 വേണം ബാറ്ററിക്ക്, അതുപോലെ തന്നെ ₹11,000 വേണം മോട്ടറിന്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഈ മിഷനകത്തുനിന്നോ അല്ലെങ്കിൽ ആരുടെന്നെങ്കിലും വായ്പ വാങ്ങാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്പോൺസർ സഹായത്തോടു കൂടി ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുത്തിട്ട് എന്താ പറയാ, നമ്മൾ കുറച്ച് ദിവസം നമുക്ക് പോകാൻ ചിലപ്പോൾ ഒരു 10-15 ദിവസം പോകുമായിരിക്കും. പക്ഷെ പോയാലും സേഫ്റ്റി വണ്ടി സേഫാണ്, നമ്മൾ സേഫാണ്. വണ്ടി മുഖ്യം വെക്കില്ലേ. അപ്പൊ വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾ കാര്യങ്ങളിലേക്ക് വരാട്ടോ. അപ്പൊ നമ്മുടെ ഈ കണ്ട വ്യക്തി, ഈ വ്യക്തിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 10-35 വയസ്സൊന്നും ഉണ്ടാവില്ല, ഒരു 10-30 വയസ്സിന്റെ ഒക്കെ അടുത്ത് ഉണ്ടാവുള്ളൂ തോന്നുന്നു. അപ്പൊ അദ്ദേഹം മാന്യമായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നാണ് ഞങ്ങൾക്ക് പ്രൊഫൈൽ കണ്ടപ്പോൾ മനസ്സിലായത്. പ്രൊഫൈലിൽ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക അയാൾ നല്ലൊരു വ്യക്തി ആയിരിക്കണം. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ ചാനലിന്റെ മിക്കവാറും എല്ലാ വീഡിയോന്റെയും അടിയിൽ വന്നിട്ട് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, വീട്ടിലത്തെ കാര്യങ്ങൾ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് 10 കോടി കിട്ടിയെന്നാണ് മൂപ്പർ പറയണത്. മൂപ്പർക്ക് 10 കോടി കിട്ടിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനകത്ത് 1 കോടി എടുത്തിട്ടാണ് നമ്മൾ ഈ വീടുകൾ പണിയുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ലക്ഷങ്ങൾ കട്ടു എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഞങ്ങള് ഈ കമന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നെഗറ്റീവ് കമന്റുകൾക്ക് ഞങ്ങൾ അങ്ങനെ മൈൻഡാക്കാത്തതാണ്. അപ്പൊ കുറെ കാലം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടു കേട്ടോ. അപ്പൊ നമ്മളെ തിരിച്ചറിയുന്ന വ്യക്തികൾക്കറിയാം അല്ലെ, ഇപ്പൊ ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ അടുത്തിരുന്ന് സംസാരിച്ച വ്യക്തികൾക്കറിയാം ഞങ്ങൾ എന്താണെന്ന്, ഞങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണ്, നമ്മുടെ മിഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് കുറെ കമന്റ് ഇട്ടു. അതിനൊക്കെ മാന്യമായ രീതിയിൽ
ഇദ്ദേഹം തെറി വരെ പറഞ്ഞിട്ടുണ്ട് ആ കമന്റിൽ. പക്ഷെ ഞങ്ങൾ മാന്യമായിട്ടേ അതിനകത്ത് റീപ്ലൈ കൊടുത്തിട്ടുള്ളൂ. തെറി പറയാൻ അറിയായിട്ടൊന്നല്ല കേട്ടോ, നന്നായിട്ട് തെറി പറയാൻ അറിയാം. ഇതുവരെ നിങ്ങളെ ഏകദേശം 600 ചില്ലറ വീഡിയോ ചെയ്തില്ല നമ്മള്. അതിനകത്ത് ഇതുവരെ നമ്മൾ മോശമായിട്ടൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കാരണം വെച്ചാല് നമ്മൾ വീഡിയോയിൽ മാത്രം വേണ്ട, നമ്മളിപ്പം പബ്ലിക്കിൽ എത്ര ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ പോലെ നമ്മൾ തിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു. അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല, തെറി പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് അറിയാം, എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യാം, എല്ലാ മലയാള അക്ഷരങ്ങളും നന്നായിട്ട് പഠിച്ച ആൾക്കാർ തന്നെയാണ്, അറിയുകയും ചെയ്യാം. പക്ഷെ അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മള് ഒച്ച ഉണ്ടാകും അങ്ങനെയല്ലേ, 2 കൈകൾ തമ്മിൽ സ്നേഹിക്കുമ്പോഴുള്ള സൗണ്ട് അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ് കേട്ടോ, അറിയാണ്ടല്ല. അതുപോലെ തന്നെ എന്താ പറയാ, അപ്പൊ ഇദ്ദേഹത്തിനുള്ള കുറച്ച് കമന്റ് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഈ പറഞ്ഞ ആളും അതുപോലെ തന്നെ കുറെ ആൾക്കാർക്കുണ്ട് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, നമ്മുടെ മിഷനെ കുറിച്ച്. ഇപ്പോൾ വീഡിയോന്റെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് വന്നിട്ടാണ് ഈ കമന്റ് ഒക്കെ ഇടുന്നത്. ഈ ഒരു വ്യക്തി നമ്മളെ ചാനലിൽ കമന്റ് ഇടാൻ മെയിൻ കാരണം എന്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അറിയോ മാഷേ? അത് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ചെറിയൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. അപ്പൊ നമ്മളെ വളരെ ചെറിയ ആൾക്കാരാക്കി കളഞ്ഞു അല്ലെ, വളരെ ചെറുതാക്കി കളഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കൂലെന്ന് മറുപടി പറഞ്ഞില്ല, പക്ഷെ നല്ലൊരു കമന്റ് ചെയ്തു. അപ്പൊ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇപ്പോ ഒന്നെങ്കിൽ ഈ പറഞ്ഞ ചാൻസ് മാത്രം ഒരു ചാൻസാ, ഞങ്ങൾ കാണുന്ന ചാൻസ് ആട്ടോ. അപ്പോ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ കമന്റിന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ട ആള് ഒരു ചാരിറ്റി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ അറിയത്തില്ല കേട്ടോ. അവനെ കണ്ടിട്ട് അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ ഞാനും ചെയ്യാറുണ്ടെന്നൊക്കെ അവനെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അതുപോലെ അവന്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഒരു കാര്യം പോലും, ഒരു കുഞ്ഞക്ഷരം പോലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടോ, അല്ലെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടോ, ചെയ്ത കാര്യങ്ങളൊന്നും കാണിക്കണ്ട. അപ്പോ അങ്ങനെ ഒരു കാര്യങ്ങളും അതിനകത്തില്ല. അവൻ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ, അറിയത്തില്ല. ഇനിയിപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, കാരണം വെച്ചാൽ സമൂഹത്തിന് ഒരു നല്ല കാര്യമാണെങ്കിൽ ചെയ്തോട്ടെ. ഇപ്പോ എടുത്ത് ഈ വീഡിയോയിൽ അവനെ തന്നെ പറയാൻ കാരണം, ഇദ്ദേഹത്തിന് ഞങ്ങൾ വാട്സപ്പ് നമ്പർ എവിടുന്ന് കിട്ടി. അപ്പോ എന്റെ ഒരു 95 44 74 21 71 വാട്സപ്പ് നമ്പർ കിട്ടണമെങ്കിൽ ഒന്ന് യൂട്യൂബിന്റെ അടിയിൽ പോയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് കിട്ടിയ ഒരാളായിരിക്കണം. അതോ ബാക്കിയുള്ള വേറെ നമ്പറുണ്ട്, 70 12 640 149 പറഞ്ഞ നമ്പറുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന്റെ നമ്പറും. അപ്പോ ഈ 171 ലാസ്റ്റ് വരുന്ന നമ്പർ നമ്മൾ അടുത്ത പരിചയമുള്ള ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുന്ന നമ്പറുകളായിരിക്കണം. അപ്പൊ അങ്ങനെ ആ നമ്പറിലേക്ക് ഒരു വോയിസ് കോൾ വിടാം, ഒരു വോയിസ് മെസ്സേജ് വന്നു, നിനക്കൊക്കെ പെണ്ടി ജീവിക്കുന്നതിന് പകരം ഈ നാട്ടിൽ തന്നെ വീടുകളൊക്കെ വെച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ഉണ്ടല്ലോ, അപ്പൊ അവരത് ചെയ്തോളൂല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെണ്ടി ജീവിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വരും. അപ്പൊ അതിന് വ്യക്തമായിട്ട് ഞങ്ങൾ എപ്പോൾ ഇറങ്ങി, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ഉദ്ദേശം എന്താ, യാത്ര എങ്ങനെയാണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചു കേട്ടോ. അതിനുശേഷം വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ആയിക്കോട്ടെ പടച്ചന അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നെങ്കിൽ, നന്നായിട്ടാണ് ചെയ്യുന്നെങ്കിൽ പടച്ചന അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് ഞങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നു. എന്നിട്ട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും കുറെ വീഡിയോകളുടെ അടിയിൽ വന്നിട്ട് ഇവൻ ഇങ്ങനെ ഇത് കള്ളന്മാരാണ്, നിങ്ങളെ കുടുംബം ജീവിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് ഇങ്ങനെയാണ്, കോടികൾ കിട്ടി, നിങ്ങള് കോടികൾ മുക്കാൻ വേണ്ടി വന്നതാണ്, ഒരുപാട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെയുള്ള കമന്റുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പൊ തീരുമാനിച്ചു നമ്മൾ എന്താണെങ്കിലും ഇതേപോലെ ഈ വ്യക്തിക്കും ഇതേപോലുള്ള ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാ. ഇതിന്റെ ദൈർഘ്യം കൂടുതലാണെങ്കിലും ആശയം കുറച്ചുള്ളൂ കേട്ടോ, അല്ല മാഷേ? അല്ല, നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങി തിരിച്ച് എന്തിനാണ്, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ചെറിയൊരു അവയർനെസ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിമിത്തമായത് മാലിക് ബഷീറോ മാലിക് ബഷീർ ഒരാളാണ്. അപ്പൊ എന്താണെങ്കിലും അവന്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് ഞങ്ങൾ ഒരു ഉത്തരം തരാം. അതായത് ഞങ്ങൾ ജീവിക്കുന്ന ഇങ്ങനെയാണോ? അതെ, ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. 2.5 വർഷമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തൊഴിലോ ഞങ്ങളുടെ വണ്ടിയിൽ മറ്റു സാധനങ്ങളൊന്നും വിൽക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയാലായി, നിങ്ങൾക്ക് തുറന്ന് നോക്കിയാൽ അറിയാം, മിഷൻ 1 റുപ്പി. അതിനകത്ത് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്, ഏതെങ്കിലും ചില വീഡിയോസ് മാത്രം കയറി അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇത്രേ കിട്ടുള്ളൂ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ എങ്ങനെ ഓടിക്കും? നമുക്ക് ഭക്ഷണം വേണം, റീചാർജ് ചെയ്യണം, ഇപ്പൊ സോപ്പ്, ബ്രഷ്, ഇതുപോലെ പേസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങണം. യൂണിഫോം പിന്നെ 2.5 വർഷമായിട്ടോ, അതായത് 2.5 വർഷമല്ല 1.5 വർഷമായി മാറ്റിയിട്ട്.
മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള ഫാൻ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതേപോലുള്ള ചെലവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ യാത്രയ്ക്ക് എന്തായാലും ആവശ്യമുള്ളതാണ് വരും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും. ഒന്നെങ്കിൽ യൂട്യൂബ് ചാനൽ തരണം, അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് എടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ലോൺ എടുക്കാനോ ആരോടെങ്കിലും കടം വാങ്ങാനോ, വീട്ടുകാരെ എങ്ങനെയൊക്കെയോ ആണ് ജീവിക്കുന്നത്, അവരിന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പൈസ തരണം എന്ന് പറഞ്ഞിട്ട് നടക്കത്ത കാര്യമാണ്. ഇപ്പൊ തൽക്കാലം വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് മാത്രമേ ഇവനെ പോലുള്ള അല്ലെങ്കിൽ ഇവനെ പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ അല്ലേ പക്ഷേ നമ്മളെ കുറിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാനകത്ത് പൈസ എടുക്കുന്നുണ്ടെന്നുള്ളത്, ഇപ്പൊ നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പൈസ എടുക്കുന്നുള്ള കാര്യം അറിയാം. എന്നാലും നിങ്ങൾ കഴിഞ്ഞ ഈ വീഡിയോന്റെ കുറച്ച് മുമ്പുള്ള 2-3 വീഡിയോ കണ്ടാൽ അറിയാം, ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന നേരത്ത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അതും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിട്ടൊന്നല്ല, പുറത്ത് പോയിട്ട് ബിരിയാണിയോ അല്ലെ കുഴിമന്തിയോ എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള പൈസ ഞങ്ങളതിലുണ്ട്. ഒന്നും കഴിക്കാതെ ഇവിടെ പല വീടുകളും കഞ്ഞിയും അച്ചാറും കഞ്ഞിയും ഉണക്കമീനൊക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇത് കാണിക്കാൻ പറ്റുമോ? അല്ലെ. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് കൊതി വരുമ്പോണ്ടല്ലോ, ഇടയ്ക്ക് ബീഫും ചിക്കനൊക്കെ വാങ്ങാറുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു കേട്ടോ, ഞങ്ങൾ വാങ്ങാറുണ്ട്, കഴിക്കാറുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒരാൾക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഞങ്ങളോട് ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾക്ക് പൈസ തന്നവർ കേട്ടോ, പൈസ തരാത്തവരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ജീവിക്കുന്നത് പറഞ്ഞിട്ട് പൈസ തരാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത്. അപ്പോ പൈസ തന്ന ആൾക്കാർ വേറെ പറയുന്ന കേട്ടോ, പല ആൾക്കാരും ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അക്കൗണ്ടിലേക്ക് പൈസ തരാറുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അച്ഛൻ അല്ലേ, അതുപോലെ ഒത്തിരി പേര് നിങ്ങൾ ഇത് സംഭാവന വെച്ചോ, ഇത് ഭക്ഷണത്തിന് വേണ്ടി വെച്ചോളാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ നല്ല നല്ല ഫണ്ടുകൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട്. കാരണം അവർ പറയുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർ തന്നെ പറയുന്നത്. പിന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു കേട്ടോ, ഒരു കാര്യം സമ്മതിക്കുന്നു. അത് എന്റെയും മാഷിന്റെയും കൂടെ അഭിപ്രായം കൂടെയാണ്. ശരിക്കും നമ്മൾ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ സ്വത്ത് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അനേക ആൾക്കാർക്കും ഒരുപാട് ആസ്തിയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അതിനകത്ത് ഒരു രൂപ ചിലവിന് പോലും എടുക്കാണ്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾ എല്ലാ വീഡിയോയും കയറി സപ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് ചെലവിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, നമ്മുടെ ചെലവിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഞങ്ങൾ ഇതിനകത്ത് നിന്ന് 1 രൂപ 50 പൈസ തന്നവരുണ്ട്, ഞങ്ങൾക്ക് ഈ യാത്രയിൽ 50 പൈസ തന്നവരുണ്ട്. പക്ഷെ 1 രൂപയാണ് കുറഞ്ഞത്. ആ 1 രൂപ പോലും എടുക്കാതെ ഞങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങളെ അടുത്തറിയാവുന്ന, ഞങ്ങളോട് 1, 2, 5 മിനിറ്റ് സഹവസിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് അറിയാം ഞങ്ങൾ എന്താണ് അല്ലേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിലപ്പെട്ട സമയം. ഇപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും പ്രായം പറയാലേ, 35 വയസ്സാണ്. 2 പേർക്കും 35 വയസ്സായി. ഇപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട് അല്ലെ. എല്ലാവരും ഉള്ളവരാണ് ഞങ്ങൾ 2 പേരും. വ്യത്യസ്ത ജോലി ചെയ്യുന്നവരുമായിരുന്നു. അപ്പോ ഇതെല്ലാം വിട്ടിട്ട് ഞങ്ങൾ ഈ ഒരു 5 വീടിന് വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്നവരല്ല. കാരണം ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്. നമ്മളെ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ആശയം കൊണ്ട് നമുക്കും നമ്മുടെ നാടിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇപ്പോൾ വയനാട്ടിൽ സ്ഥലം വാങ്ങി തറേണ്ട പണികൾ നടക്കുന്നത്. അപ്പൊ വീണ്ടും ഞാൻ ഇവനിലേക്ക് തന്നെ വരികയാണല്ലേ മാഷേ. അപ്പോ ഇദ്ദേഹത്തിനെ പോലെ ഒരുപാട് പേർക്ക്, ഞാൻ ഇദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടാന്ന് വെച്ചാല് വ്യക്തമായിട്ട് ഞങ്ങളെ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പോരാത്തിന് ഞങ്ങളെ 2 പേരെ അഡ്രസ്സ്, ഇദ്ദേഹത്തിന്റെ അല്ല എന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു. റെനീഷാണ്, തട്ടാമ്പ്രമിലാണ് ഹൗസ്, അമ്പലവയൽ പോസ്റ്റാണ്, അമ്പലവയൽ തന്നെയാണ് താമസം, ലാൻഡ്മാർക്ക്, ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ എന്റെയോ എന്റെ അക്കൗണ്ടിലോ ഭാര്യയുടെയോ അമ്മയോടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ എന്തെങ്കിലും ആഭരണങ്ങളോ അല്ലെങ്കിൽ സ്ഥലമോ വണ്ടിയോ മറ്റ് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു കാലയളവിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തരി കാണിച്ചു തരുവാണെങ്കിൽ, അത് അഡ്രസ്സെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാ, എന്തെങ്കിലും ഒരു തരി കാണിച്ചു തരുവാണെങ്കിൽ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു തരി കാണിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തി തിരിച്ചു പൊക്കോളാം, അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്തോളാം. ഞാൻ ഇതിനു മുമ്പ് പണ്ടൊരാൾക്ക് കമന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ മാഷി, ഓർമ്മയുണ്ടോ? നിന്റെ അടിമയായിട്ട് ഞാൻ ശിഷ്ടകാലം ജീവിച്ചോളാം. കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യണം. അതായത് ഞങ്ങൾക്ക് അത്ര ഉറപ്പുള്ളത് കാരണം വെച്ചാല് നമ്മൾ ഇറങ്ങിയിരിക്കുന്ന മറ്റുള്ള പൈസ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയല്ല. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ചെലവിന് വേണ്ടിയിട്ട് പൈസ എടുക്കുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. ഈ യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആയി കിട്ടിയാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ഞങ്ങളെ ചെലവ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ആർക്കാണോ അവർക്ക് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിന്റെ പകുതി, ഞങ്ങൾക്ക് പകുതി മതി, കിട്ടുന്നതിന്റെ പകുതി ഞങ്ങൾ എന്തായാലും മറ്റുള്ളവർക്ക് കൊണ്ട് ചെയ്യും. അത് ഞങ്ങളുടെ തീരുമാനമാണ്.
തിരുവനന്തപുരം ജില്ല കഴിയുമ്പോൾ തന്നെ എങ്ങനെയാണെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ ആ വയനാട്ടിൽ ചെയ്തിരിക്കുന്ന പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കണം. 5 വീട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. സ്ഥലവും വീടും ഒക്കെ തുറന്ന് ജീവിക്കാനുള്ള ഒരു സംരംഭം. ഇത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോഴത്തേനും ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ അത് അർത്ഥമുണ്ട്. അവൻ എന്തിനു വേണ്ടി ജീവിച്ചു, ഈ ഭൂമിയിൽ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരവ് ഒരു 100 അല്ലെങ്കിൽ 10-200 വർഷം കഴിയുമ്പോൾ ഗൂഗിളിൽ ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം, മിഷൻ 1 റുപ്പീന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭവന പദ്ധതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോജക്റ്റിനെ കുറിച്ചോ ക്യാരവനെ കുറിച്ചോ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ 2 പേരുടെ പേര് റെനീഷും നിജനും അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്റെ കുടുംബത്തിനും പൈസയൊന്നുമില്ല, ഈ യാത്രയിൽ ചിലപ്പോൾ നമ്മുടെ ചെലവിന് വേണ്ടി ഇതിൻ്റെ അകത്ത് ജനങ്ങൾ തരുന്ന പൈസയൊന്നും നമ്മൾ ചെലവിന് വേണ്ടി ചിലപ്പോൾ പൈസ എടുക്കേണ്ടി വരും. അപ്പൊ അത് ചെയ്യുന്നത് മോശമായതുകൊണ്ട് ഞാൻ ഇറങ്ങണ്ട, വീട്ടിൽ തന്നെ എന്റെ കാര്യം നോക്കി ഇരുന്നാൽ മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീട് പണിയുന്ന 5 വീട് ഇപ്പൊ ലൈവായിട്ട് പണിതുകൊണ്ട് കിട്ടുന്നതിനനുസരിച്ച് അത് മാത്രമല്ല, ഞങ്ങൾ ഈ യാത്രയിൽ ബസ് സ്റ്റാൻഡുകളിൽ, വഴിയോരങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ അപ്പൊ ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതില് കുറഞ്ഞ വീഡിയോസ് ആണ് യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളത് ആദ്യം അങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ലൈവായിട്ട് കാണിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ മരുന്ന് ആവശ്യമുള്ളവർക്ക് ഞങ്ങള് മരുന്നിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, നേരെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൊടുപുഴയാണ് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരവസരം കിട്ടിയ ഒരു വൃദ്ധമന്ദിരത്തിൽ എല്ലാ കിടപ്പ് രോഗികളാണ് ഒരു വ്യക്തി ഒരു ഫാമിലി നടത്തുന്ന ഒരു സ്ഥലം. അവിടെ പോയിട്ട് നമുക്ക് അവർക്ക് ഭക്ഷണത്തിന് കുറച്ച് അരി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റി. 264 അംഗങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യല്ലേ. നേരെ മറിച്ച് ഞാൻ എന്റെ അധ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന പൈസ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചത്, പലരും ചിന്തിച്ചോന്നറിയില്ല, പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ. നമ്മുടെ കേരളം, ഈ ഇന്ത്യ അല്ലെങ്കിൽ മഹാരാജ്യത്തോ ഓരോ സ്റ്റേറ്റുകളും അവർക്ക് പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ അവർക്ക് പറ്റത്തുമില്ല. ഒരു ഗവൺമെന്റിനും പറ്റത്തില്ല. ഏത് ഗവൺമെന്റ് മാറി ഭരിച്ചാലും, ഇപ്പൊ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആര് ഭരിച്ചാലും ജനങ്ങളുടെ പൂർണ്ണ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള പരിഹാരം, എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണ പരിഹാരം കണ്ടെത്താൻ ഒരു ഗവൺമെന്റിനും കഴിയത്തില്ല. അതിന്റെ കാരണവും നിങ്ങൾക്ക് പറയാം. നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക്. നമ്മുടെ ഈ കേരള ഗവൺമെന്റിന്റെ കൂട്ടികൾ കേരളത്തിൽ എത്ര വകുപ്പുകളുണ്ട്, എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, അപ്പൊ എത്ര വകുപ്പുണ്ട്, എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാഫുകൾക്കൊക്കെ എത്ര പൈസ വേണം, അതായത് മാസ സാലറി കൊടുക്കാൻ എത്ര പൈസ വേണം, ഗവൺമെന്റിലേക്ക് തിരിച്ചു കിട്ടുന്ന ഏതെല്ലാം വകുപ്പുകളുണ്ട്, എത്ര പൈസ വീതം കിട്ടുന്നുണ്ട്, ടാക്സ് എന്ന് പറയുന്നുണ്ട്. ഓരോ വ്യക്തിയും എത്ര ടാക്സ് കൊടുക്കുന്നുണ്ട് ഒരു മാസം, ഒരു വർഷം, ആ ടാക്സിനെക്കാട്ടിലും എത്ര മടങ്ങാണ് തിരിച്ചു കിട്ടുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതാലും മദ്യം അല്ലേ. ഈ മദ്യത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഉണ്ടാക്കുന്നത്, അല്ലെ വരുമാനം ഉണ്ടാക്കുന്നത്. ഈ വരുമാനം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി, ഓരോ ഗവൺമെന്റ് ഓരോ വിഭാഗങ്ങള് ഓരോ ഭരണത്തിൽ ഇപ്പം മന്ത്രിമാരെന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ഓരോ വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകൾ എത്ര സ്റ്റാഫുകളുണ്ട്, അവർക്കൊക്കെ എത്ര സാലറി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു പോയി. ഈ പോലീസുകാർക്ക് തന്നെ എന്തുമാത്രം ശമ്പളം കൊടുക്കണം എന്നറിയാം. പോലീസ് എന്ന ഒരു വകുപ്പിന് തന്നെ എന്തുമാത്രം ശമ്പളം ഒരു മാസം കൊടുക്കണം എന്നറിയാം. കോടികൾ വരും. അത് എനിക്ക് തോന്നണം ഈ മദ്യം വിറ്റാ കിട്ടുന്നതിന്റെ ഇരട്ടി പൈസ അവർക്ക് വേണ്ടാണ്. അവര് തിരിച്ചെന്താ ഗവൺമെന്റിലേക്ക്, അവർക്ക് എങ്ങനെ തിരിച്ച് പൈസ കിട്ടുന്നത്? ഫൈനായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ, ഫൈനായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ആ പൈസ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല. ഇനി ഒന്നും കിട്ടാതെ പഞ്ചായത്തുകൾ അല്ലെ, പഞ്ചായത്തുകളിൽ എത്ര സ്റ്റാഫുകളുണ്ട് അല്ലെ. അപ്പോ റവന്യൂ വകുപ്പിലായിക്കോട്ടെ, ഈ എല്ലാ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും എല്ലാത്തിനും നമ്മുടെ കാൽക്കുലേറ്ററിൽ എഴുതി കാണിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു തുക മാസത്തിൽ സാലറി ആയിട്ട് കൊടുക്കണം. ഞാൻ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യല്ല, അവിടുത്തെ കാര്യങ്ങൾ പറയാം. ഏത് ഗവൺമെന്റ് വന്നാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ഈക്വൽ ആയിട്ട് സമനിലയോടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ പ്രയാസമുള്ള ഒരു സംഗതി തന്നെയാണ്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരു പിതാവ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ബാക്കി 3 പേരുടെ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. എങ്ങനത്തെ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ കേരളത്തിലെ ഏത് ഗവൺമെന്റിലെ ആള് ഭരിച്ചാലും എത്രത്തോളം കേരളത്തിനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒന്നിച്ച് വർക്ക് ചെയ്താലേ സുഖമായിട്ട് പോവുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് നമ്മളെപ്പോലെ ഓരോ ആൾക്കാർ, ഒരു ഭരിക്കാൻ ഒരാളുണ്ട്, കുറെ പ്രജകളുണ്ട്, നമ്മളെപ്പോലെ ഓരോ ആൾക്കാരുണ്ട്.
ഈ ഓരോ ആൾക്കാരും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കുഞ്ഞത് 1 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഓരോ ആൾക്കാർ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു കേരളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇല്ല മാഷേ? പോയിന്റ്. അല്ലെ? അതായത് ഒരു രോഗികളില്ലാത്ത, അല്ലെങ്കിൽ രോഗികളില്ലാത്തെന്ന് പറയാൻ പറ്റില്ല, മരുന്നും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും വേണം, രോഗികളുണ്ടാവും. ഈ രോഗികൾക്ക് എന്താ പറയാ, അവരെ സഹായിക്കാൻ വേണ്ടി പറ്റും. വസ്ത്രമില്ലാത്തവർക്ക് അവരെ സഹായിക്കാൻ പറ്റും. മരുന്ന് ആവശ്യമുള്ളവർക്ക് സഹായിക്കാൻ പറ്റും. വീടുകളില്ലാത്തവരെ സഹായിക്കാൻ പറ്റും. വിദ്യാഭ്യാസം, മറ്റ് എന്തെല്ലാം കാര്യമാണോ അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഞങ്ങളെ പോലെ മനസ്സുള്ളവരെ ഈ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ചാറ്റ്, വ്യത്യസ്ത രീതിയിൽ ചാറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഈ കാര്യങ്ങൾ സമനിലയോട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരെല്ലാം ചിന്തിക്കുക, എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പൈസ എടുക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ആരും ഇതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയോ? നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ മതി? നമ്മൾ പല ന്യൂസുകളിലും വരാണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ അവിടെ കച്ചറയാണ് അല്ലേ, ഫുള്ള് അടിയും വരമ്പാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, മരണമാണ്. ചിന്തിച്ചു നോക്കുക, അവിടെയുള്ള ആരെങ്കിലും ഒരാൾ വഴി സൈഡിൽ ഇരിക്കാൻ നേരത്ത് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ടോ? അവർക്ക് വീടില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കൂട്ടം കൂടി പിരിവെടുത്തിട്ട് വീട് ചെയ്തു കൊടുക്കുന്നുണ്ടോ? രോഗിയായിട്ട് കിടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന മരുന്നും ബാക്കി കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിലുള്ള അത്രത്തോളം കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയില്ല, ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ കേരളത്തിലുള്ള ഈ 3.5 കോടി ജനങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ എന്ത് കാര്യത്തിലും ശരിക്കും ഒറ്റക്കെട്ടാ. അന്ന് 34 കോടി ഒരാളുടെ ജീവന് വേണ്ടി വന്നു, ഏതാനും ദിവസം കൊണ്ട് റെഡിയായി അല്ലെ? എന്നാൽ എനിക്ക് ഇതൊന്നും പറ്റില്ല, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ചിന്തിക്കുകയാണ്, എനിക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഇതിനകത്ത് ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് കഴിക്കേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് അത് മോശമാണെന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ ഈ അടുത്തൊരു പ്രളയം ഉണ്ടായി, നമ്മളെ വയനാട്ടിലെ ചൂരൽമല അല്ലെ? അവിടെ ആ പ്രളയം ഉണ്ടായപ്പോൾ 530 വീടുകളാണ് തകർന്നത്. ഒരു ഏതാനും ദിവസം കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ജീവനോടെ കിട്ടുന്നവരും എല്ലാ ബോഡി ആണെങ്കിലും അവരെല്ലാം അവിടെ പോയിട്ട് വ്യത്യസ്ത ആൾക്കാര് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടും ഇതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കളക്ഷൻ എടുത്തിട്ടും എല്ലാം ചെയ്തു. എന്നാൽ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാവരും മിക്കവാറും എല്ലാവരും അവരുടെ ഭക്ഷണത്തിനോ വണ്ടിക്ക് വിളിക്കോ എന്തെങ്കിലും ഇതിനൊക്കെ പൈസ എടുത്തു. കാരണം വെച്ചാൽ പല ആൾക്കാർക്കും വീട്ടിലൊന്നും ഉണ്ടാവില്ല, അന്നന്ന് ജീവിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യ സാധനത്തിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് അതിനകത്ത് പോയിട്ട് കണ്ട ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, അവരെ ഞങ്ങൾ കുറ്റം പറയാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനോ ചിലവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തുച്ഛമായ പൈസ എടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അപ്പൊ നമ്മളെപ്പോലുള്ള നന്മ മനസ്സുള്ള ഒരുപാട് സംഘടനകളും വ്യക്തികളും സംഘടനകളും മതങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര് വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. ഈ ആൾക്കാരുടെ എണ്ണം ഇനിയും കൂടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അത്യാവശ്യം റീച്ചാ, ഇടുന്ന വീഡിയോക്കെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാല് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് യുവജനങ്ങളാണ്. ഈ ചെറിയ മക്കൾ മുതൽ ഒരു 35 വയസ്സുള്ള പ്രായമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഏജിലുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളല്ലേ, അങ്ങനെയുള്ള പ്രായം ഒരു 35 താഴേക്കുള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾക്ക് അത്രയും ഇൻസ്റ്റയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ വളർന്നു വരുന്ന തലമുറ ഉണ്ടല്ലോ, സ്നേഹം എന്താണ് സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ തന്നെയാണ്. പലരും പറയും കള്ളിന്റെയും കഞ്ചാവിന്റെ പുറകാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ആ കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നവർക്ക് പോലും നന്മ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, നന്മയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന തെളിവും കൂടിയാണ് നമ്മുടെ ഈ ലൈഫിൽ തന്നെ ഇപ്പൊ ഈ 2.5 വർഷത്തിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതിന് ഉദ്ദേശം വെച്ചാൽ നമ്മുടെ ഈ ഇനിയുള്ള തലമുറ ഉണ്ടല്ലോ, ഇതേപോലെ ഇപ്പൊ ഇന്നലെ രാത്രി ഒരു 1 മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടോ. ഒരു ബ്രോ അബി എന്ന് അവന്റെ പേര് കേട്ടോ, അബി ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവന് ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്, ആദ്യം കേരളം, അത് കഴിഞ്ഞിട്ട് ബാക്കി സംസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ അവൻ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ, ഞങ്ങൾ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങിയ എൻ്റെ എക്സ്പീരിയൻസ് എന്താ, അവൻ ഉദ്ദേശിക്കുന്ന യാത്രയിൽ നടന്നു പോകണം, ആ യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിട്ടിട്ട് അതിൻ്റെ ലാഭവും ഇല്ലെങ്കിൽ ആ ലാഭത്തിന് പുറമെ ആരെങ്കിലും അവന്റെ ഉദ്ദേശം അനുസരിച്ച്, അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് രോഗികൾക്ക് മരുന്നോ മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നാണ് ആ യാത്രയുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആരെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാം. ഈ 14 കിട്ടുന്ന പൈസ എന്ന് 14 ജില്ലയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എങ്ങനെയാണ് ഈ യാത്ര തുടങ്ങിയത്, എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നന്നായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൻ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഇവനെ പോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ, പഴഞ്ചൻ ചിന്താഗതിയുമായിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഒന്ന് നീക്കിയിട്ട് നമ്മളെ പോലെ യുവജനങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ
നമുക്ക് ഇന്ന് നമ്മളെ കാണുന്ന ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്, അത് നമുക്ക് എന്താ പറയാ സൽസമൃദ്ധിയുടെ ഒരു നാടാക്കി മാറ്റാം അല്ലെ. അതിനൊരു വാക്ക് പറയാം, സമൃദ്ധി അങ്ങനത്തന്നെയാന്ന് തോന്നുന്നു. അല്ല, ഇപ്പം ശരിക്കും ആ ഗോഡ്സ് എന്നുള്ള മാറി ഡെവിൽസ് എന്നാണ് മാറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നല്ല, അതൊക്കെ വെറുതെ പറയുന്നതാ. എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോ വെറുതെ പറയുന്നതാ. പക്ഷെ പഠിക്കുക നമ്മളെ നാടിനെ കുറിച്ച്. പഠിച്ചതിന് ശേഷം ചിന്തിച്ചു നോക്കും നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണെന്ന്. മറ്റു നാടിനെ നമ്മളൊക്കെ നാടിനെ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, പരിഹാരങ്ങൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ മനുഷ്യനെ ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ നന്മയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇത്രയും നേരം കുറച്ച് വലിച്ചു നീട്ടിയല്ലോ, ഇനി കാര്യങ്ങളിലേക്ക് വരാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് പൈസ എടുക്കുന്നുണ്ട്. ഞങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. അധികം പേര് ലൈവായിട്ട് ഇത് കാണുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്തെ അവിടെ പൈസ കൊടുക്കണം. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നിന്നുള്ള എന്തുമാത്രം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാം കൂടി ഒരു മാക്സിമം സമനിലയോട് കൂടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരം കഴിഞ്ഞ് വീടുപണി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കാശ്മീരിലേക്ക് യാത്ര പോകുന്നുണ്ട്. ഞങ്ങൾക്ക് കാശ്മീരോ ലഡാക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല കേട്ടോ. ഞാൻ ആഗ്രഹിച്ചു പണ്ടൊക്കെ, കല്യാണത്തിന്റെ ഒക്കെ മുമ്പൊക്കെ ഞാൻ ആഗ്രഹിച്ചു ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ച് പോകണമെന്നൊക്കെ, അല്ലേ മാഷേ? പക്ഷേ ഇപ്പൊ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാല് ആരും കാണാത്ത കുറെ കാഴ്ചകൾ കാണിക്കണം അവിടെ പോയിട്ട്. ഡേഞ്ചറാ, റിസ്ക്കാ. എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് റീച്ച് ആക്കി കൊണ്ടുവരണം. അതിനകത്ത് നല്ലൊരു വരുമാനം കിട്ടണം. ഈ വരുമാനം ഉപയോഗിച്ചിട്ട് ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ കുറേശ്ശെ കുഞ്ഞു പൈസകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ നമ്മൾ ചെലവിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പൈസകൾ ഞങ്ങൾ തിരിച്ച് ഇതിനകത്തേക്ക് വെക്കും. ഇതിന് വ്യക്തമായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരും ഒരു ആളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു രൂപയെങ്കിലും തന്ന ആൾക്കാരുമായിരിക്കണം എന്ന് ഞങ്ങൾക്ക് സന്തോഷം പറയാനുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചധികം പേര് നമ്മുടെ അടുത്തേക്ക് വരിക, എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കുക, എത്ര കിട്ടി, എന്ത് കാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് അത് ചെയ്യുന്നത്. എനിക്കൊരു SBI അക്കൗണ്ട് ഉണ്ട്. അമ്പലവയൽ ബ്രാഞ്ചിലാണ് ഇതുള്ളത്, വയനാട് അമ്പലവയൽ. അപ്പൊ അതിനകത്തേക്കാണ് ഫുൾ ഗൂഗിൾ പേ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് ബക്കറ്റിൽ കിട്ടുന്ന പൈസ അതിനകത്തിട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത് കാണിച്ചു തരാനോ എത്ര ലക്ഷം കിട്ടിയെന്ന്, കോടികളല്ല കേട്ടോ. ഓരോരുത്തർ പറയുന്നുണ്ട് കോടികൾ കിട്ടി. ഞങ്ങൾ ആരോടും ഒരു വർഷം മുമ്പ്, അതായത് ഞങ്ങൾ ഇറങ്ങി ഒരു വർഷത്തോളം ഏതാനും കുറച്ച് ടൗണുകളിലൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഡയറക്റ്റ് കടകളിലൊക്കെ കയറിയിട്ട് നമ്മൾ കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അറിയാണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വെച്ചാൽ നമ്മളറിയാതെ ആൾക്കാരിലേക്ക് നമ്മുടെ ആശയങ്ങളിൽ എത്തിച്ചിട്ട് ഞങ്ങൾ ഡയറക്റ്റ് പൈസ വാങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങള് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 2 വർഷമായി 2 വർഷം ആവാറായി ഞങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചോദിച്ച് പൈസ വാങ്ങിയിട്ട് വണ്ടി ഏതെങ്കിലും ടൗണിൽ കൊണ്ടുപോയി നിർത്തും. വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറഞ്ഞത് 1 രൂപ തന്നാൽ മതി എന്ന്. എല്ലാ വീഡിയോയിലും ന്യൂസിലും ഒക്കെ ഉള്ളത് കുറഞ്ഞത് 1 രൂപ തന്നാൽ മതി എന്നാണ്. എന്നാൽ ഒരു വ്യക്തി 10,000 തന്നിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് നമ്മളെ വീടിന് വേണ്ടി. അയാളെ പേര് പോലും വെളിപ്പെടുത്താൻ പറഞ്ഞത് ഒരു പള്ളി പോയപ്പോഴായിരുന്നു ആ സംഭവം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇപ്പോഴും വണ്ടിയിൽ ചില്ലറ ഇരിപ്പുണ്ട്. 1 രൂപ മുതലുള്ള 500 രൂപ വരെയുള്ള നോട്ടുകൾ കിട്ടാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് 22 സെന്റ് വയനാട്ടിൽ വാങ്ങാൻ കഴിഞ്ഞത്. കുറച്ച് കൊടുത്ത് തീർക്കുക ചെയ്ത്. തറേന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല, കഴിയാറാവുന്നുള്ളൂ. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീട് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ആരോടും പൈസ ചോദിച്ച് വാങ്ങാതെയാണ്. അപ്പൊ നിങ്ങൾക്ക് സങ്കല്പിക്കാം, ഒരു വണ്ടി ഒരു ടൗണിൽ കൊണ്ടുപോയിട്ടാൽ ആര് വായിച്ചിട്ട് എത്ര പൈസ വീതം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഊഹിക്കാം. ഞങ്ങളുടെ കൂടെ ഒരു 5 മാസം ഒരു ശാല എന്ന് പറഞ്ഞ് കണ്ണൂരുന്ന ഒരു ബ്രോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും അറിയാം ആരൊക്കെ എത്രത്തോളം സംഭാവന ഞങ്ങൾക്ക് തരുന്നുണ്ടെന്ന്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു ദിവസം ഒരാഴ്ചയോ ഒരു മാസമോ വരണം എന്ന് ആഗ്രഹമാണെങ്കിൽ വണ്ടിയിൽ കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. യാത്ര ചെയ്യാം. വണ്ടിയിൽ ഞങ്ങൾക്ക് 3 പേർക്ക് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഓരോരുത്തർ മാറിയിട്ട് വേണമെങ്കിൽ വരാട്ടോ. നമ്മുടെ കാര്യങ്ങൾ പഠിക്കാനും എത്ര കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ മിഷനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ വരാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പം അതിനൊക്കെ സാവധാനം കേട്ടോ. അപ്പൊ കണക്കിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇത് തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗി വന്നിട്ട് 1 രൂപ പോലും തരാത്ത ഒരാൾ വന്നിട്ട് നിങ്ങൾ കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തരത്തില്ല, ഉറപ്പിച്ച് പറയാൻ തരത്തില്ല. ആ മറിച്ച് ഇനി കുറച്ച് 1-2 ഒരാളാണെങ്കിലും 1 രൂപ ഇട്ടിട്ട് ഞങ്ങൾ പറയാം നിങ്ങൾ പൈസ ഞങ്ങൾ തരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്ന് പറയാം പൈസ തരുന്നുണ്ടല്ലോ, കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് 12 ലക്ഷം രൂപേന്റെ അടുത്ത് ആവുന്നുള്ളൂ. ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഒരു ന്യൂസിൽ പറഞ്ഞായിരുന്നില്ല, 12,39,900 സംതിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ജസ്റ്റ് ആ സമയത്ത് കൃത്യം ഓർമ്മയില്ല, 12 ലക്ഷത്തിന്റെ ആവുന്നുള്ളൂ. അത് നിങ്ങൾക്ക് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് 1 രൂപ, 5 രൂപ, 10 രൂപ, 1 രൂപ, 75 പൈസ, 74 പൈസ, 96 പൈസ ഇങ്ങനെയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇഷ്ടം പോലെ ഉണ്ട് ഗൂഗിൾ പേയിൽ കേട്ടോ.
അതുപോലെ 100 ഇട്ടവരും 50 ഇട്ടവരും 10 രൂപ ഇട്ടവരും 500 ഇട്ടവരും 2000 അയച്ചു തന്നവരും 1000 അയച്ചു തന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം എത്തുമ്പോഴത്തേനും, തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേനും നമുക്ക് 75 ലക്ഷം 80 ലക്ഷത്തിന്റെ അടുത്ത് ഇനിയും പൈസ വേണം. കാരണം നമ്മൾ 640 സ്ക്വയർ ഫീറ്റിന്റെ 5 വീടുകളാണ് ചെയ്യുന്നത്. ഈ 5 വീടുകൾ ഏകദേശം ഒരു 6-7 ലക്ഷം രൂപയും കൊണ്ട് വീടുകൾ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ വീട്ടിലേക്ക് ഫർണിച്ചർ വേണം, അവിടെ അതിനുള്ളിലുള്ള പാത്രങ്ങൾ വേണം. ഫർണിച്ചറും പാത്രം രണ്ട് ഹോം അപ്ലയൻസ്. അപ്പൊ ഇതെല്ലാം വേണം. അതുപോലെ സോളാർ വെക്കുന്നുണ്ട് ഓരോ വീട്ടിനും. അതുപോലെ ഇവർക്ക് മുറ്റവും കാര്യങ്ങളെല്ലാം ഇന്റർലോക്ക് ചെയ്യുന്നുണ്ട്, ചുറ്റും അതിൽ വെക്കുന്നുണ്ട്, കറണ്ട് കണക്ഷൻ എടുത്ത് കൊടുക്കണം. ഇത് കോമൺ ആയിട്ട് ഒരു റൂമുണ്ട്, ഒരു ഷെഡ് ഉണ്ട്, അവിടെ ഒരു വണ്ടി വേണം. നമ്മൾ ഇപ്പോഴും പറയുന്നു, നമ്മൾ ഈ കൊടുക്കുന്ന കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അധ്വാനിച്ച് 2 സെന്റ് സ്ഥലം പോലും വാങ്ങി വീട് വെക്കാൻ പറ്റാത്ത കുടുംബങ്ങളാണ്, നിങ്ങൾ ഓർക്കണം. അതെ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം വെച്ചാൽ അവർക്ക് ഒരു നാള് വരെ അവർ വിചാരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല, എനിക്ക് സ്ഥലം വാങ്ങാൻ പറ്റുമോ, വീട് വാങ്ങാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കുടുംബവും, ഒരു കുട്ടീന്റെ കാര്യമല്ല പറയുന്നത്, ഒരു കുടുംബത്തിന്റെ കാര്യം കേട്ടോ. ഒരു കുടുംബം വിചാരിക്കുന്ന അങ്ങനെ ഒരിക്കലും എനിക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു കുടുംബം, അവർക്ക് സ്വന്തമായിട്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ നല്ല ഡിസൈനുള്ള, നല്ല വൃത്തിയുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 റൂമൊക്കെ ഉള്ള നല്ല മനോഹരമായ, നമ്മുടെ വീഡിയോയിൽ പല വീഡിയോകളും എന്താ ഈ ഇവിടെ ഫോട്ടോ നമ്മൾ കൊടുക്കാം, ആ വീടിന്റെ മിനിയേച്ചറിന്റെ രൂപമൊക്കെ കൊടുക്കാം. ഇതേപോലെ മനോഹരമായിട്ട് വീട് അങ്ങ് കൊടുക്കുകയാണ്. അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം, അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള സംരംഭം വരെ നമ്മൾ ആ കോമ്പൗണ്ടിൽ ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങൾക്ക് ഏകദേശം ഇനി ഒരു 75 ലക്ഷം രൂപയും കൂടി ഇനിയും വേണം. അപ്പൊ ഇത് തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേനും കളക്ട് ചെയ്യണം. ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആരോടും പൈസ ചോദിച്ചു വാങ്ങാത്ത ഞങ്ങൾ ഇവിടുന്ന് മഴ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് വരും, കടകളും ഓഫീസുകളിലൊക്കെ വരും. അപ്പൊ ഞങ്ങൾ കൈ നീട്ടും. ഞങ്ങൾ ഇത്ര നാൾ തെണ്ടികളല്ലായിരുന്നു, ഇനി ഞങ്ങൾ തെണ്ടികളാവാൻ തീരുമാനിച്ചിരിക്കുക. അല്ല, പക്ഷേ ഞങ്ങൾ തെണ്ടിയിട്ട് തന്നെ പൈസ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുക. എന്നാൽ നമുക്ക് തിരുവനന്തപുരം ജില്ല കഴിയുമ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. തുടർന്നുള്ള ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പൈസ കിട്ടും, എത്രത്തോളം കിട്ടും എന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ തെണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ചോദിക്കാണ്ട് എങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് പൈസ തരാ? പല ആൾക്കാരും അങ്ങോട്ട് ചോദിച്ചാണ്. നിങ്ങൾ പോയി ചോദിക്കൂ. ഇപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി ബസ് കയറി ചോദിക്കുന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് പറയും. പക്ഷെ ഞങ്ങൾ ആരോടും ചോദിക്കും. ഞങ്ങൾ പറയും, ചേട്ടാ ഞങ്ങളെ കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെടുന്നവർ വന്ന് തരുന്ന എമൗണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ കാര്യങ്ങൾ എന്താണ്. ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇയാളുടെ പേര് പറയണേ, ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, ഞങ്ങളെപ്പോലെ ഇപ്പൊ തന്നെ 2000 ചില്ലറ കോണ്ടാക്റ്റുകൾ നമ്മുടെ വാട്സാപ്പിലുണ്ട്. നമുക്ക് പരിചയമുള്ള, അത്രയും പരിചയമുള്ള ആൾക്കാരുടെ നമ്പറാണ് നമ്മുടെ കയ്യിൽ വാങ്ങി വെക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് ഇനി അത് കൂടും. നമുക്ക് കേരളത്തിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ജില്ലയിൽ ഒരു 100 ആള് വീതം ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ മിഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ചാരിറ്റി പ്രവർത്തനം ഒന്ന് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയിൽ ഓരോ 100 ആൾക്കാരെ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സോട് കൂടിയിട്ടാണ് ഈ ചാരിറ്റി കിട്ടുന്ന ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് 1 രൂപയും ഭക്ഷണത്തിന് പോലും എടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനമുള്ള ഒരു 100 ആൾക്കാർ വീതം ഓരോ ജില്ലയിൽ നിന്നെടുത്ത 14 ജില്ലയിലും നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഇപ്പൊ ചെയ്യുന്നതിന്റെ 10 മടങ്ങ് കൂടുതൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാനും പറ്റും. ഈ വ്യക്തികൾക്ക് അറിയാം ഇതെല്ലാം. ഞങ്ങളോട് പണ്ടൊരു പ്രമുഖനായ ചാരിറ്റി പ്രവർത്തകന്റെ ഒരു ശിഷ്യം വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഞങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന്. ഞങ്ങളുടെ അനുഭവം കേട്ടോ, ഇപ്പോഴും കമന്റൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിയും ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ നന്നായിട്ട് വലിക്കുന്നുണ്ടെന്നുള്ള സൂചന ഇപ്പൊ വന്ന് പറഞ്ഞതല്ലേ, അവൻ ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ നമ്മളോട് പറയുന്നത്. ഞങ്ങളെ പോലുള്ള ഓരോ വ്യക്തികളെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു മാഷുണ്ട്, നമ്മളെ കണ്ണൂരിലുള്ള ഒരു മാഷുണ്ട്, ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരു മാഷ്. അതുപോലെ തന്നെ ജയ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ സ്വന്തം അധ്വാനത്തിൽ നിന്നും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന പൈസ അതേപോലെ എടുത്തിട്ട് മറ്റുള്ള അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്, വലിക്കാണ്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ വലിയൊക്കെ മാറ്റിയിട്ട് കിട്ടുന്ന പൈസ നമുക്ക് മൊത്തത്തിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ, വലിച്ചിട്ട് 10 പേർക്ക് കൊടുക്കുന്നതും വലിക്കാതെ അത് 100 പേർക്ക് കൊടുക്കുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ 100 പേരിലേക്ക് ആ സഹായം എത്തും അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റയിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പ്രതീക്ഷ ഇറങ്ങിയത്, പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വേറൊരു കാര്യം, നമ്മൾ അതിന് മാത്രമുള്ള സപ്പോർട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ അതിലേക്ക് പോയിക്കോളും. പിന്നെ നിങ്ങൾ തരുന്നത് 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും അത് അർഹതയുള്ളവർക്ക് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും.
അപ്പൊ ഞങ്ങൾ പറയുന്നത് വീണ്ടും പറയുന്നത് വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി പറഞ്ഞ 100% സത്യമാണ്. ഞങ്ങളുടെ ചെലവിന് വേണ്ടി ഞങ്ങൾ പൈസ എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മറ്റെന്ത് മാർഗം? ഈ പൈസ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ചാരിറ്റി, ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ, ഇതേപോലെ ചിന്തിച്ചിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ചാരിറ്റി പ്രവർത്തകരും വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ നാട് 10 വർഷം കഴിയുമ്പോഴത്തേനും രോഗം മൂലം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാണ്ട്, അതേപോലെ വസ്ത്രമില്ലാണ്ടും വീടില്ലാണ്ടും മരുന്നില്ലാത്തവരും എണ്ണം കൂടിക്കൂടി വരും. അത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാവും. അതുപോലെ കുറെ കാലം കഴിയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ കേട്ടതുപോലെ നമ്മുടെ കേരളവും അങ്ങനെ തന്നെയാവും. അത് നമുക്ക് ആക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അബീന്റെ ദൃഷ്ടാന്തം പോലെ നല്ല മനസ്സിൽ ഒരുപാട് പേര് വളർന്നു വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ജീവിച്ചോളുന്നു. നമ്മൾ ഈ നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കിയേക്ക്, കാണുന്ന പാട് ആൾക്കാരെ വീക്ഷിക്കുന്ന ഒരു ചിന്താഗതിയൊക്കെ ഒഴിവാക്കി അവരുടെ കൂടെ 1 മണിക്കൂറോ 1 ദിവസം ഒന്ന് ചെലവാക്കി വെക്കും. നമുക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അവരെനിക്ക് തോന്നുന്നത് അബ്നോർമൽ ആയിരിക്കുമല്ലേ പക്ഷേ അല്ലേ? അങ്ങനെയുള്ളവർക്കല്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ചില ആൾക്കാരുണ്ട്. ശരിക്കും കള്ളു കുടിച്ചിട്ട് ബോധമില്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു തന്നെ പറയുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരാ വഴിക്ക് പോകുന്നുണ്ട്, നമ്മൾ കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. ഇപ്പൊ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന അവൻ ഏത് മൈൻഡിൽ വന്നിട്ട് പറഞ്ഞാൽ അറിയില്ല. നോർമൽ മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആശയം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാല് ഒന്നെങ്കില്ലെങ്കിൽ ശരിയാണോ എന്ന് അന്വേഷിക്കും, അല്ലെ? അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിരിക്കത്തില്ല, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരായിരിക്കും. അല്ല, പുള്ളിക്ക് നമ്മളൊരു വോയിസ് ഇട്ട് കൊടുത്തു. ആ വോയിസിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട, എല്ലാവരുടെയും കയ്യിൽ ഫോണും ഗൂഗിളെല്ലാം ഉണ്ട്, അല്ലെ? ഗൂഗിളൊന്നും ഒരു കാലത്തും പോകാൻ സാധ്യതയില്ല. അപ്പൊ അതിനകത്ത് നമ്പർ ഇന്ന സ്ഥലത്ത് ഇന്ന നമ്പർ കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങ് വരും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ശത്രുക്കൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാരണം ഈ യാത്ര തുടങ്ങിയത് ഞങ്ങൾ പല കാര്യങ്ങളും പലരോടും പറഞ്ഞിട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് യാത്ര തുടങ്ങാൻ ചെറിയൊരു ഫണ്ടിന്റെ കാര്യമുണ്ട്. നമുക്ക് സൈക്കിൾ ഇല്ല, മറ്റു കാര്യങ്ങൾ അല്ലെ, ഗ്യാസും മറ്റു കാര്യങ്ങളൊക്കെ അതിനൊക്കെ പൈസ വേണം. അപ്പൊ ഇതെല്ലാം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങള്. ശരിക്കും ദരിദ്രർ തന്നെയാണ്. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളും പല ആൾക്കാരോടും പറഞ്ഞിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. ഇപ്പം ആരുമില്ല, ഒരു 1-2 ആഴ്ച അല്ലെ, 1-2 ആഴ്ചത്തോളം ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു ഞങ്ങൾ പോയതിനെ കുറിച്ച് ടൗണിൽ മൊത്തം. പക്ഷെ ഇപ്പൊ കുറേശ്ശെ മാറി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും നെഗറ്റീവായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അതും നമ്മളെ അടുത്തറിയുന്ന അത്രയും സുഹൃത്തുക്കളെ. അപ്പോൾ അവർക്കൊക്കെ മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിൽ എത്തിയിട്ട് കൊടുക്കാം. ഈ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ചെയ്ത് നമ്മൾ ഇതിനൊക്കെ വെച്ചാൽ നമ്മൾ പ്രതികാരം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി തിരിച്ച കാര്യം എന്താണോ അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വേറെ അവരെ പോയിട്ട് മസിൽ പിടിക്കാനോ അല്ലെ നമ്മൾ ഇത് കാണിക്കാനോ ഒന്നിനും പോകുന്നില്ല. ചെയ്ത് കാണിക്കുക എന്നുള്ള. പിന്നെ നിരീക്ഷിക്കാം, അല്ലെ? ഇപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് നിരീക്ഷണ പാഠവും ഉണ്ടെങ്കിൽ, നിരീക്ഷണ പാഠം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ഒരാളെ നിരീക്ഷിച്ചു കഴിഞ്ഞാലേ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നിരീക്ഷിക്കാന്നല്ല പറയുന്നതിനെക്കാട്ടല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കുറെ വീഡിയോ, ഇപ്പൊ 37 മിനിറ്റ് ഇപ്പൊ തന്നെയായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷെ ഇതൊന്നും വിശ്വസിക്കണ്ട. നിങ്ങളുടെ നിരീക്ഷിക്കുക, ഞങ്ങളെ നിരീക്ഷിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കുടുംബമാണെങ്കിലും എന്റെ കുടുംബമാണെങ്കിലും എങ്ങനെ നിരീക്ഷിക്കുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോ ഇല്ലാത്തത് ഈ സമയത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും നിരീക്ഷിക്കണം, അല്ലെ? അത് പോയിന്റ് അല്ലേ? ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാതിരുന്ന സാധനങ്ങൾ ഇപ്പൊ ഉണ്ടോന്ന് ചിന്തിക്കാം. എന്റെ വൈഫിന്റെ മേത്ത് ഒരു തരി പൊന്നില്ല. ഈ വീഡിയോ നിങ്ങൾ എത്ര കാലമാണ് ഷെയർ ചെയ്ത് വെച്ചോ. ഞാൻ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ അല്ലെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിൽ നിന്നോ അങ്ങനെയുള്ള വഴിയിൽ എന്തെങ്കിലും പൈസ കിട്ടാണ്ട് എന്റെ ഭാര്യന്റെ മേത്ത് ഒരു തരി പൊന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവള് സ്വന്തം അധ്വാനിച്ച് വാങ്ങണം. അപ്പൊ നിങ്ങൾ നിരീക്ഷിക്കുക, എന്റെയോ എന്റെ കുടുംബത്തിലോ ഇയാളുടെ കുടുംബത്തിലോ ഞങ്ങൾ ഇറങ്ങാത്ത സമയത്തുണ്ടായ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ബാങ്കിലെ പൈസയോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രീതിയിൽ ആവശ്യ ഫുഡൊക്കെ അടിച്ചിട്ട് വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് എല്ലാ ദിവസവും സിനിമയ്ക്കൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാം. വളരെ സിമ്പിൾ ആയിട്ടൊക്കെ നടക്കൂല. എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ. വേറെ കാര്യം,
ഞങ്ങൾ എപ്പോഴും ലൈവായിട്ട് ഈ റോട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണേ എന്ത് വേണം ചെയ്തോ. ഞങ്ങൾ എവിടെ പോകുന്നു, എന്ത് സഞ്ചരിക്കുന്നു, എവിടെ കിടക്കുന്നു, നമ്മുടെ വണ്ടി തന്നെയുള്ള കിടക്കുക. അപ്പോ ഓപ്പൺ ആയിട്ട് വന്നിട്ട് മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ നേരത്ത് കുറച്ചെങ്കിലും അറിഞ്ഞിട്ട് നമ്മൾ എന്താണ്, സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്, ഇവിടെ ഏതെല്ലാം രീതിയിൽ ആരൊക്കെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളോട് ആ ബ്രോ ഇട്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാട്ടോ. ഇതാ ഈ വോയിസ് ആണ് കേൾക്കുന്നത്. എടാ, ഗവൺമെന്റ് വീട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് വീടില്ലാത്ത ആൾക്കാർക്ക്. ഞാൻ താപയ്ക്ക് നോക്കിക്കൂടെ? അതൊന്നും പറ്റൂല അല്ലേ? ഗവൺമെന്റിൽ അപ്ലൈ ചെയ്താൽ ഇല്ലാത്ത ആൾക്കാർക്ക് പല രീതിയിൽ സഹായങ്ങൾ ഗവൺമെന്റിന്റെ വീട് എടുത്ത് കൊടുക്കുന്ന സെറ്റപ്പുകൾ ലഭിക്കുന്നുണ്ട്. നാട്ടിലിറങ്ങിയിട്ട് തെണ്ടിയിട്ട് ജീവിക്കണം. അപ്പോ ഈ വോയിസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് വീടൊക്കെ വെച്ചു കൊടുക്കാൻ ഗവൺമെന്റില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ തെണ്ടി ജീവിക്കുന്നതെന്നാ അല്ലെ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കൊടുക്കും പറ്റൂല. അതിന്റെ കാരണങ്ങളും പറഞ്ഞു. മറ്റു പല ഈ പറയാൻ പറ്റാത്ത കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട്. പല പഞ്ചായത്തുകളും പല MLA മാരും നമ്മുടെ ചാനലിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, ചെയ്തു കൊടുക്കില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഡയറക്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ ഗവൺമെന്റ് അവർ വെച്ചു കൊടുക്കട്ടെ, നമുക്ക് നമ്മളെ കഴിയാൻ പറ്റൂലേ? ഇപ്പൊ ഞങ്ങൾ രണ്ടൊരു 5 വീട് വെക്കുന്നുണ്ട്. ഈ 5 വീട് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് 50 500 വീട് വെച്ച് കൊടുക്കാതെ അവസരം കിട്ടുവാണെങ്കിലോ, അത് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്കാണ് അത് പ്രയോജനം ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെ സംഘടനകള്, വ്യക്തികള്, സായി റംബോ അറ്റെന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ള 264 വീടില്ലേ മാഷെ, 264 വീട് അദ്ദേഹം വെച്ചു കൊടുത്തേ. അദ്ദേഹത്തിന്റെ മക്കളും കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, വേണമെങ്കിൽ ഒരു 10 വീട് വെച്ചു കൊടുത്തിട്ട് ബാക്കി പൈസ സ്വരൂപിച്ചു വെച്ചൂടെ? സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്റെ ജീവൻ എനിക്ക് ദാനം കിട്ടിയതാണ് അല്ലെ, ഓരോ ജീവനും ശരിക്കും ദാനം കിട്ടിയതന്നെ. അത് എനിക്ക് വേണ്ടി മാത്രമല്ലാതെ, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ലാതെ അതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഇല്ലേ, അതായത് നമ്മൾ ഈ ലോകത്തില് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. ഈ മിഷൻ കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി ഒന്നുമില്ലേ. പക്ഷെ ഉള്ള സമയത്ത് നമ്മൾ സത്യസന്ധരായിട്ട് നല്ല രീതിയിൽ നല്ല മനോഭാവത്തോട് കൂടിയിട്ട് ഞങ്ങള് ഈ വീടുകളും വച്ചു കൊടുക്കുന്ന മാത്രമല്ല, ഞങ്ങൾ അടുത്തറിയാവുന്നവർക്കറിയാം ഞങ്ങൾ ശരീരം കൊണ്ട് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് അല്ലെ മാറ്റേ. അതായത് കോൺക്രീറ്റ് പണി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ വീട്ടിലും. അതിന് പൈസ തന്നിട്ടുണ്ട് ചേട്ടൻ, പൈസ തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് വെച്ചാല് ഞങ്ങൾക്ക് വേണമെങ്കിൽ ശരീരം അണങ്ങാൻ പോവാം. അമ്പലങ്ങളിൽ പോയിട്ട് ഞങ്ങള് ഉത്സവം നടത്തിയിട്ടുണ്ടെന്നാണ് പറയാല്ലേ. ഞങ്ങള് അവരെ കൂടെ നിന്ന് അവരുടെ ആൾക്കാരെ പോലെ നടന്നിട്ട് എന്താ പറയാ ക്ലീനിങ് പ്രോസസ്സ് വരെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി നമ്മളെ ഈ ഇരിക്കുന്ന വീടിന്റെ ആളിലെ ആൾക്ക് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യേണ്ടത് ചേട്ടാ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കർട്ടന്റെ വർക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കർട്ടന്റെ വർക്ക് പോയി ചെയ്തു. കട ഉദ്ഘാടനം ഞങ്ങൾ ഇതുവരെ പറയുന്ന കുഴപ്പമില്ല, ഞങ്ങൾ ഇതുവരെ നമ്മൾ ഈ ബലൂൺ ആർച്ച് അങ്ങനെ ചെയ്യാ. അതെ അതെ, ഇതൊന്നും അറിഞ്ഞിട്ടല്ല. ഈ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, 2 വർക്ക്ഷോപ്പ്. അപ്പൊ എന്റെ എനിക്കൊക്കെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു, കാറും ബൈക്കൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഞാനൊന്നും അതിന്റെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറയാ, ഒരു വീല് പോലും, കാരണം വീല് ഊരിയിട്ടുണ്ട് കേട്ടോ, ബൈക്കിന്റെ ഒന്നും വീലൊന്നും ഊരിയിട്ടില്ല. അപ്പോ ഇതൊന്നും ചെയ്യാത്ത ഒരാള് അവിടെ ഇരുന്ന് വണ്ടീന്റെ ഹെഡ് അയച്ചു, കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്തു. ആ വണ്ടിയിൽ ഒരുവിധം പണി ചെയിനും സോക്കറ്റും അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതൊന്നും അറിഞ്ഞിട്ടല്ല, ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും. ഇങ്ങനെ മടി ഒഴിവാക്കുകയാണെങ്കിൽ അപ്പൊ അതൊന്നും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ അദ്ദേഹം ഞങ്ങൾക്ക് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ചോറ് വാങ്ങി തരുന്നുണ്ട്. രാത്രിയൊക്കെ അടിപൊളി 4-5 ദിവസം അങ്ങനെ ലാവശ്യമായിട്ട് ശരീരം അധ്വാനിച്ചു, അങ്ങനെ ഫുഡ് കിട്ടി. ഇപ്പൊ വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാണ്ടിരിക്കാട്ടോ. ഇപ്പൊ ഞങ്ങളോട് ഇപ്പൊ പറയുകയാണെങ്കിൽ പറമ്പ് കളയ്ക്കാൻ വേണ്ടി വരുമോ, നിങ്ങൾ ഒരു ദിവസം പറമ്പ് കളയ്ക്കാൻ വരുമെന്ന് വെച്ചാൽ ഞങ്ങൾ വരും, ഞങ്ങൾക്കൊരു മടിയില്ല കേട്ടോ. അപ്പൊ നമ്മള് മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമയം കൊണ്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ ഞങ്ങളെപ്പോലെ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു വർഷം, ഈ ഒരു വർഷത്തിനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകാന്നുള്ള രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ 2.5 വർഷം, ഇനിയിപ്പോ 2 വർഷം കൂടി എന്തായാലും വേണം. വീട് പണി മാത്രം കംപ്ലീറ്റ് ആക്കിയ പോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ യൂട്യൂബിൽ കുറെ വീഡിയോസും അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടണമെന്നുണ്ട്. അതുപോലെ അതിന്റെ എന്തെങ്കിലും വരുമാനം കിട്ടണമെന്നുണ്ട്. അപ്പോൾ നമ്മളെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി എന്തായാലും 2 വർഷം ഇനി എന്തായാലും വേണം. എന്നിട്ട് വേണം അദ്ദേഹത്തിന് കല്യാണമൊക്കെ കഴിയാനുണ്ടോ.
അദ്ദേഹം പറഞ്ഞു 2 പേർക്കും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, തെറ്റാണ്. അത് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോകളൊക്കെ കാണുക. അത് തെറ്റാണ് കേട്ടോ. ഇയാള് ബാച്ചിലറാണ്. ഞാൻ ബാച്ചിലറാ. നേപ്പാളിൽ നിന്ന് വേണം പെണ്ണ് നോക്കാൻ. അവിടെ ആരൊക്കെയോ പെൺപിള്ളേരുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. നല്ല പെൺപിള്ളേരുണ്ടെങ്കിൽ. അപ്പോ ഞങ്ങളുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാൻ പാടുന്ന എന്തെങ്കിലും, നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യണോ? പക്ഷേ കൂടുതൽ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ മേഖലകളും ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഞങ്ങളെ കോൺടാക്ട് നമ്പർ അതുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും. ഒരു പ്രതിഫലവും ഇല്ലാതെ ഇപ്പൊ ഈ വീട്ടിൽ കറണ്ട് ബില്ല് വന്നു. ഇവിടെ ആൾ താമസമില്ലാത്തൊരു വീടായിരുന്നേ. വൃത്തിയാക്കി ഇടും, റബ്ബർ വെട്ടുന്നുണ്ട്, അപ്പൊ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരെങ്കിലൊക്കെ വരും. കറണ്ട് ബില്ല് ഉപയോഗിക്കാതെ, കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ ഈ മാസം കറണ്ട് ബില്ല് വന്നു 67 രൂപ വന്നല്ലേ. ഇപ്പൊ 67 ചെറിയൊരു പൈസ അല്ലേ. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ നിന്നല്ലേ, 2 ആഴ്ചയായി, ഞങ്ങൾ അടയ്ക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ ആൾക്കാരും താമസിച്ചാൽ മതി, വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അച്ഛൻ പറഞ്ഞാണ്, ടോമച്ചൻ പറഞ്ഞാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ആൾക്കാരും താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളെന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരണ്ട. അപ്പൊ ഇത് 67 രൂപന്റെ കാര്യമല്ലല്ലോ, നമുക്ക് അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു. വേറെ കൂടുതലായിട്ട് അന്വേഷിക്കണം, നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി, നിങ്ങൾ എപ്പോഴാണ് പോകാൻ തോന്നിച്ചാൽ അപ്പോൾ പോയാൽ മതി, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത അല്ലേ, ഒരു രാത്രി കണ്ട് പരിചയപ്പെട്ട ഒരാള് പിന്നീട് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായി. ആ വീട്ടുകാരൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്, ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുതരും. അപ്പോ ഈ മണ്ണമരുതി വേറൊരു ഷോപ്പുണ്ട്, ആ ഒരു 2 ചേച്ചിമാരും ചേട്ടൻ അവര് എത്ര ദിവസം എന്നറിയും ഞങ്ങൾക്ക് ഫുഡ് ഫ്രീ ആവുന്നത്. അതും ചിക്കനും ബീഫൊക്കെ കൂട്ടിയിട്ട് അല്ലേ, എത്ര ദിവസം എന്നറിയോ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുതരും, എത്രയും കഴിച്ചോളാൻ പറഞ്ഞിട്ട്. അവരാണിത്. അതെ. ഹായ്, അപ്പൊ നമ്മള് കുറെ ദിവസമായിട്ട് മണ്ണമരുതിയിലാണ് കേട്ടോ. മണ്ണമരുതിയിൽ ഇവിടെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ കുടുംബക്കാരായി എല്ലാവരും കൂടി. ഇപ്പോൾ ഞങ്ങളുടെ നാടും വീടൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനും 2 ചേച്ചിമാരും കൂടെ നടത്തുന്ന ഒരു തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നിട്ടായിരുന്നു ഞങ്ങൾ അധികം ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ടൗണിൽ വേറൊരു കടയുണ്ട്, ഇവിടെ നിന്നായിരുന്നു എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ ഇവർ കുറേ ദിവസങ്ങൾ ഞങ്ങളെ എന്താ പറയുക ഫുഡൊക്കെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പേരൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ. ബാലേട്ടനും ചേച്ചി. ആ ചേച്ചിന്റെ പേര് ചേച്ചി. അപ്പോൾ ഞാൻ വിളിക്കുക 2 ചേച്ചിമാരും ഒരു ചേട്ടനും. അപ്പോൾ എന്തായാലും സന്തോഷം, ഇവരെയൊക്കെ കാണാൻ വേണ്ടി പരിചയം. നമ്മുടെ യാത്രേൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. കുറേ നല്ല മനുഷ്യരെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നു. വീഡിയോ അതെ കുറച്ച് പേരെ കാണുന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മുടെ മണ്ണമരുതി ടൗണിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു തട്ടുകടയാണ്. ശരിക്കും പറഞ്ഞാൽ തട്ടുകടയാണെങ്കിലും ഇവിടെ കയറി കഴിഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ പരിചയപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ സന്തോഷം. പിന്നെ ഇതുണ്ടോ, ഞങ്ങൾ അവിടെ കഞ്ഞി വെച്ചിരിപ്പുണ്ട്, പക്ഷേ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറിയും ദോശയും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കട്ടെ, കൊപ്പയൊക്കെ. അപ്പുറത്തെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അയാൾ മോഹം കാണിക്കില്ല എന്ന് പറഞ്ഞത്. ജർമ്മനിക്കാരി ഓടി വാ, ഒരു ടീച്ചറാണ് കേട്ടോ, അത് എക്സ് ടീച്ചറാണെന്ന് പറയല്ലേ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ. അതുപോലെ തന്നെ വേറൊരു ഇക്കുണ്ട് അപ്പുറത്ത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 2 സ്ഥലത്ത് നിന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സ്നേഹം. ആ കുടുംബത്തിലെ അവരാണെങ്കിലും ആ ഇക്കയാണെങ്കിലും ഇതേപോലെ ദുവാന്റെ ചായക്കട. അപ്പോൾ അവരാണ് ഇക്കന്നെ ആണെങ്കിലും നല്ല സ്നേഹമാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. ആദ്യം ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയത് ഞങ്ങളെ മൈൻഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടോ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു കുഞ്ഞ് ഇത്രയും പോണൊരു പെട്ടി ഉണ്ടായിരുന്നേ, ഒരു പാട്ട, വേറെ കുറെ 10ഉം 20ഉം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അദ്ദേഹം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വൈറലായി അതിനകത്ത് അടിയിൽ പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൈ കൊണ്ടുവന്നപ്പോൾ ആ പാത്രത്തിന്റെ അടിയിൽ ആകെ ഒരു 10 രൂപ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മുടെ സംഭാവനയായിട്ട് തന്നു കേട്ടോ. അപ്പൊ നമ്മൾ അറിയാവുന്നവരാ അതൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ 2 കടയിലൊക്കെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആ പൈസ കൊടുക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ മാഷേ? അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും, നിങ്ങൾ വീട്ടിലേക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തോ, നിങ്ങൾ ഫുൾ ടൈം ഇതിനു വേണ്ടി നടക്കുന്നല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു പൈസ ഫുൾ ടൈം വീട്ടിലേക്ക് അയച്ചു കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയാനൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ ചെലവിനാണെങ്കിൽ പോലും ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ നിവൃത്തിയില്ലാണ്ട് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് പൈസ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലേ പക്ഷേ എന്തെങ്കിലും പൈസ ഈ ചെലവിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നിവൃത്തിയില്ലായ്മ ഉണ്ട്. നിങ്ങൾ ചാനലൊന്ന് റീച്ചാക്കി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പൈസ ചാനലിലെ പൈസ ആണെങ്കിലും നമ്മളെ ചെലവിനുള്ള പൈസ എടുത്തതിന് ശേഷം ചാനലിലെ പൈസ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ലക്ഷങ്ങളോ കോടികളോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്റെ കൊച്ചിന് വേണ്ടിയിട്ടോ ഇദ്ദേഹം കെട്ടിയിട്ടില്ല, കെട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൊച്ചിന് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കണം ഒരു ആഗ്രഹവും ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. ഞാൻ എന്റെ ഒരു മനോഭാവം, ഇനിയിപ്പോ എനിക്ക് കൊച്ചായിട്ടുണ്ടോ, എന്റെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കണം, ഒരു ജോലി കിട്ടണം, അത്രേ ഉള്ളൂ. ഈ ജോലി കിട്ടിയിട്ട് ആ ശമ്പളം കൊണ്ട് അവന്റെ കല്യാണം അവൻ തന്നെ ചെയ്യണം, അതാ എന്റെ ആഗ്രഹം കേട്ടോ.
ഈ ആശയം ഞാൻ അവനോട് പങ്കുവെച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാൻ എൻ്റെ പ്ലാൻ കേട്ടോ. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ആയ ഒരു 99% അങ്ങനെ ചെയ്യും. 1% അങ്ങനെ ചെയ്യാതിരിക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ 99% അവനെ കൊണ്ട് തന്നെ അവന്റെ കല്യാണം നടത്തിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കി വെക്കൊന്നും വേണ്ടതാണ്. അവർക്കൊക്കെ അധ്വാനിക്കാൻ പ്രാപ്തിയില്ല അല്ലേ? നമ്മൾ ജനിച്ച പോലെ തന്നെയാണ് അവർ ജനിച്ചിരിക്കുന്നത്. പിന്നെ കുടുംബത്തിൽ അധ്വാനിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരുതി വെക്കണം കേട്ടോ. ഇപ്പോ ഒരു കുടുംബത്തിലെ ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ് കുടുംബത്തിന് വേണ്ടി കരുതുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അത് പറ്റുന്നില്ലെങ്കിൽ ബാക്കി കുടുംബത്തിലുള്ള ബാക്കി ആൾക്കാർ അംഗങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ? അവർ അധ്വാനിക്കാൻ പ്രാപ്തരാണ് അല്ലേ? കയ്യും കാലും വായും എല്ലാം ആരോഗ്യം എല്ലാം അവർക്കും ഉണ്ട്. അവരധ്വാനിക്കട്ടെ. ഞങ്ങൾ 2.5 വർഷം യാത്ര തുടങ്ങിയിട്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഞാൻ എന്റെ വൈഫിനെ ഒന്നിനും വിട്ടിട്ടില്ല. അവള് ഇതൊക്കെ പഠിച്ച ജോലിക്ക് പോകണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ജീവിക്കുന്ന അവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക. അതറിയാവുന്ന ഒരുപാട് പേര് അമ്പലവല്ലുണ്ട്, അറിയാത്തവരുണ്ട് കേട്ടോ, അന്വേഷിക്കാത്തവരുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ പോലും, എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഒരു ദിവസം പോലും പോയി അന്വേഷിച്ചിട്ടില്ല. എന്റെ തോളത്ത് കൈയിട്ടിട്ട് ഞാനുള്ള സമയത്ത് എന്റെ വണ്ടിയിൽ നടന്ന തോളത്ത് കൈയിട്ട് അത്രയും അടുത്ത ആൾക്കാർ പോലും എങ്ങനെയാണ് അവളൊരു ദിവസം ജീവിക്കുന്നത് എന്ന് പോലും പോയി അന്വേഷിച്ചിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അവരോടൊക്കെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ വീട്ടിൽ ജീവനോട് എത്തുകയാണെങ്കിൽ അല്ലേ മാഷേ? അപ്പോ പറഞ്ഞെന്താ വെച്ചാല് ഞങ്ങളെ രണ്ടുപേരെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ്. ഒരവസരം നിങ്ങൾ എന്തായാലും തരണം. 48 മിനിറ്റായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരവസരം നിങ്ങൾ എന്തായാലും തരണം. ഈ അവസരത്തിൽ ഞങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് ഇവൻ പറഞ്ഞ പോലെ തെണ്ടി ജീവിക്കുക. ശരിക്കും അങ്ങനെ അവൻ പറഞ്ഞതിന് അർത്ഥമുണ്ട്. തെണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം തെണ്ടിയിട്ടില്ലായിരുന്നു, ഇനി തെണ്ടാൻ വേണ്ടി പോവുക. എന്നാലേ വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് ചെറിയൊരു പൈസ എടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തായാലും ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ വേണം അല്ല പക്ഷേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു നോക്കും, ഗ്യാരണ്ടിയാണ്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറത്തുള്ളൂ. അതിനൊരു അവസരം ഞങ്ങൾക്ക് തരാം അല്ലേ? തീർച്ചയായും അത്രേ ഉള്ളൂ. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോട്ടെ. പിന്നെ ആർക്കെങ്കിലും നെഗറ്റീവായിട്ട് ഇതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണുക, മനസ്സിലാക്കുക. സമൂഹം എന്താണെന്ന് പഠിക്കുക, ഓരോ വ്യക്തികൾ എന്താണെന്ന് പഠിക്കുക. നമ്മുടെ നാട്ടിൽ അനുഭവിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകളും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുക. ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് ആ ചുറ്റുവട്ടത്തിലുള്ള 10 പേരുടെ കാര്യങ്ങൾ മാത്രം തിരിച്ചറിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനൊന്നും ഉണ്ടാവില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറി ചിന്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറി ചിന്തിക്കും. നാടിനെ കുറിച്ച് ചിന്തിക്കും. നാട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കും. ഓരോ വ്യക്തികളും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താ ചിന്തിക്കും. ഈ വ്യക്തികളൊന്നും ഇവിടെ ഈ നാട്ടിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കും. ഗവൺമെന്റിന് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കുക, വിശ്വസിക്കുക. അതാണ് സത്യവും. നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ പഞ്ചായത്തിലും നിങ്ങളുടെ മെമ്പറുടെ MP-മാരുടെ അടുത്തും MLA-മാരുടെ അടുത്തും ചോദിക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തു തരാൻ പറ്റില്ല. ചിന്തിക്കുക, ചോദിക്കുക. അപ്പോൾ അതിന്റെ സത്യം മനസ്സിലാവും. അപ്പോൾ അവർ ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ അവർ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. ഞങ്ങൾക്ക് ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ യാത്രയില്ല. ഞങ്ങൾക്ക് ഇതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു ഞങ്ങളെ കൊണ്ട് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് യാത്രയെ ഞങ്ങളെ പഠിപ്പിച്ചേ. അപ്പോൾ ചിന്തിക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ബാക്കി അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല വീഡിയോ ആയിട്ട് വരും. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കാരണം നമ്മുടെ ഇനിയിപ്പം രൂപപ്പെട്ടിരിക്കുന്ന ഈ പ്രതിഭാസം അല്ലെ, മഴ ചിലപ്പോ പല സ്ഥലങ്ങളും വെള്ളത്തിലെ മുക്കിയേക്കാം. പുഴയുടെ അരികിലോ അല്ലെങ്കിൽ കുന്നിന്റെ ചെരുവിലോ ഇടിയാറായ സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ ഓരോ ജീവനും മൂല്യമാണ്. ഓരോരുത്തർക്കും തന്റെ കുടുംബത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സേഫ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ഒന്ന് മാറിപ്പോയി താമസിക്കുക. മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കുക. അത് സേഫായിട്ടിരിക്കുക. മഴ കഴിയുന്നോളം വരെയെങ്കിലും അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക അല്ലെ പക്ഷേ? നമുക്ക് അപകടം വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് യാത്ര ചെയ്യാണ്ടിരുന്നാൽ വണ്ടി ഇടിച്ച് ചാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് യാത്ര ചെയ്യാതിരിക്കുന്ന മണ്ടത്തരാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് വണ്ടി ഓടിക്കുക, അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നത് അല്ലേ? ഒരു പുഴയിൽ നമുക്ക് കുളിക്കാൻ പറ്റും, പക്ഷെ മഴക്കാലത്ത് പോയിട്ട് വല്ല ഒഴുക്കുള്ള സ്ഥലത്ത് പോയിട്ട് ചാടുന്ന മണ്ടത്തരാണ്, ജീവൻ നഷ്ടപ്പെടുത്തി കളയും. മഴയില്ലാത്ത സമയത്ത് പോയിട്ട് പുഴയിൽ പോയിട്ട് കുളിക്കാൻ നീന്താ അറിയുന്നവർക്കൊക്കെ അല്ലേ? പക്ഷെ അങ്ങനെ ഞങ്ങളോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു, നിങ്ങൾ അച്ഛനും അമ്മേനൊക്കെ ഓർക്കണ്ടേ, നിങ്ങൾ
അവർ വിഷമിക്കുന്നുണ്ടാവില്ല. നിങ്ങളെ യാത്ര നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാവില്ലേ? ഞങ്ങൾ ചിന്തിച്ചത് നമുക്ക് എന്തെങ്കിലും പറ്റി പോകും എന്ന് വിചാരിച്ച് യാത്ര ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു, നമ്മൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ആ സ്റ്റെപ്പിൽ ഒരു പാമ്പുണ്ട്, രാത്രി ഇറങ്ങുന്നേ നമ്മൾ കണ്ടില്ല, ഒന്ന് കൊത്തിയാ തീർന്നില്ലേ. അപ്പോൾ മരണം വരുന്ന ഏത് വഴിയാണെന്നറിയില്ല, പക്ഷെ ശ്രദ്ധിച്ച് ജീവിക്കുക അല്ലേ മാഷേ? അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, മനസ്സോടെ സപ്പോർട്ട് ചെയ്തു. ഇനി നിങ്ങൾ പൈസ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ്ട, നിങ്ങൾ ഞങ്ങളെ ചാനലിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോ ഇട്ട് സപ്പോർട്ട് ചെയ്തോ. നിങ്ങൾ 1 രൂപ പോലും തരണം, ആരുടെയൊന്നും പൈസയും വാങ്ങത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ 1 Rupee Brothers എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും മിഷൻ 1 Rupee എന്നൊരു പേജ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മൾ ഇടുന്ന വീഡിയോ, പലരും പല കോലത്തിലല്ലേ വീഡിയോ ഇടുന്നത്, നിങ്ങൾക്ക് അറിയാലോ. പകുതി തുണിയുള്ളതും ഇല്ലാത്തതും, നല്ല കണ്ടന്റ് ചെയ്യുന്നവരും ഈ കോമഡി സ്കിറ്റുകൾ ചെയ്യുന്നതും നെഗറ്റീവ് റോളുകൾ ചെയ്യുന്നു, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മുടെ മീഡിയാസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്കും ചെറിയൊരു കണ്ടന്റ് ഇല്ലേ, അപ്പൊ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ പൈസ ഒന്നും തരണ്ട, അതിൻ്റെ അകത്ത് പൈസ എടുത്ത് ഞങ്ങൾ ഈ പ്രൊജക്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. മറ്റൊരു നല്ലൊരു മനോഹരമായ വീഡിയോ വരുന്നതും വരെ എല്ലാവരോടും ബൈ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ബ്രോയ്ക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സഹിച്ചേക്ക്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ.